വചന പഠനത്തിനായി കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനം. നിങ്ങളുടെ താല്പര്യം ദൈവം മാനിക്കട്ടെ. ഇന്ന് നാം പഠിക്കുന്ന വചനം 2 രാജാക്കന്മാരുടെ പുസ്തകമാണ്. 1 ശമൂവേലിന്റെ 2 ശമൂവേലും ചേർന്ന് എബ്രായ ബൈബിളിൽ ഒരു പുസ്തകം ആയിരുന്നത് പോലെ തന്നെ ഈ രാജാക്കന്മാരുടെ പുസ്തകവും 1ഉം 2ഉം എബ്രായ ബൈബിൾ ഒന്നായിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചതുപോലെ ഇന്ന് നമുക്ക് ചിന്തിക്കാം. രാജാക്കന്മാരുടെ കാലം എന്ന് പറയുന്നത്, നമുക്ക് രാജാക്കന്മാരുടെ കാലം എന്ന് പറയുന്നത് ദാവീദിന്റെ കാലം മുതൽ നമുക്ക് കൂട്ടാം. ശൗലിനെ നമുക്കൊന്ന് മാറ്റി നിർത്താം. കാരണം അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവോളും 14. അങ്ങനെ 42 തലമുറയുടെ ഉള്ളടക്കമാണ് ഉൽപ്പത്തി 12 മുതൽ മലാക്കി പിന്നെ സുവിശേഷങ്ങളിൽ കാണുന്ന തലമുറ. അപ്പൊ ഒരു വലിയ ട്രൈബ്, ഒരു വലിയ ഗോത്രം, ഒരു ചെറിയ കുടുംബം അതിന് വളർന്ന് ഗോത്രമായി രാജ്യമായി വരുന്നു. അങ്ങനെ ദൈവം 14 തലമുറകളെ രാജാക്കന്മാരാക്കി വാഴിക്കുവാൻ തക്കോണം, അവരെ ഭരിക്കുവാനും ജാതിയെ, ആ ദൈവത്തിന്റെ ജാതിയെ ഭരിപ്പാൻ തക്കോണം ആക്കി വെച്ചു. എല്ലാ രാജാക്കന്മാരും ന്യായപ്രമാണത്തിന്റെ ഒരു കോപ്പി വാങ്ങി പഠിച്ചിരിക്കണമെന്ന് നിയമമുണ്ടായിരുന്നു. എന്നാൽ അവർക്ക് അതിനോട് വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. അവരുടെ മനോഭാവം തെറ്റായിട്ടായിരുന്നു. മിക്കവാറും എല്ലാ രാജാക്കന്മാരും അവരുടെ മനോഭാവം, അവർക്ക് മണി പവർ, അവർക്ക് സ്വാധീനത, അവർക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്. അവരെ സ്തുതിച്ചു പാടുന്ന പുരോഹിതന്മാരും തങ്ങളുടെ കർമ്മങ്ങൾ ചെയ്ത് സായുജ്യം പ്രാപിക്കണം എന്നുള്ളതല്ലാതെ ജനത്തെ ബോധവൽക്കരിക്കുവാൻ തക്കോണം അക്കാലങ്ങളിലും ഈ പുരോഹിതന്മാർ കഴിഞ്ഞില്ല. ആ കാലഘട്ടത്തിലാണ് ശക്തന്മാരായ ബൈബിളിലെ പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നത്. ഈ രാജാക്കന്മാരുടെ കാലത്തായിരുന്നു ശക്തന്മാരായിട്ടുള്ള പ്രവാചകന്മാരുണ്ടായിട്ടുള്ളത്. അത് നാം മറന്നുപോകില്ല. പക്ഷെ ഈ പ്രവാചകന്മാരെ ജനവും രാജാവോ അംഗീകരിക്കാതെ വന്നു. കാരണം അവർ ജനവും അല്ലെങ്കിൽ രാജാവും ജനങ്ങളും ചെയ്യുന്ന തെറ്റുകളെ കുറിച്ച് ബോധവൽക്കരിക്കുവാൻ വേണ്ടി ദൈവത്താൽ നിയുക്തരായതാണെന്നുള്ള ആ മനോഭാവം ജനത്തിനുമില്ലായിരുന്നു, രാജാവിനുമില്ലായിരുന്നു. അതുകൊണ്ട് ദൈവം അവരെ കൂടെ ശിക്ഷിച്ചു പോരുന്നു. എങ്കിലും ആ ശിക്ഷകളൊന്നും ഇവരെ യഥാർത്ഥത്തിൽ നേർവഴിയിലേക്ക് കൊണ്ടുവന്നില്ല എന്നുള്ളത് സത്യമാണ്. അപ്പൊ രാജാക്കന്മാരുടെ പുസ്തകം എല്ലാം വായിക്കുമ്പോൾ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യും. ചിലർ വേണമെങ്കിൽ ടെമ്പിള് പണിയും, ആലയം പുതുക്കി പണിയും, ആലയത്തിന് വേണ്ടി കുറെ നന്മ കൊടുക്കും. ഇക്കാലം അങ്ങനെയാണല്ലോ. എന്ത് കാണിച്ചാലും ഏത് കാണിച്ചാലും ആത്മീയ കാര്യത്തിന് വേണ്ടി കുറെ കാശ് കൊടുക്കുക, നല്ല സാമൂഹ്യമാകുന്ന അല്ലെങ്കിൽ ഉന്നമനത്തിന് വേണ്ടി കുറെ നന്മകൾ കൊടുക്കുക, ഇതൊക്കെ ചെയ്യുന്നവരാ നമ്മുടെ ആൾക്കാർ. പക്ഷേ അവരുടെ പാപപ്രവർത്തികളിൽ നിന്നും അവർക്ക് വിമോചനം പ്രാപിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ള ദൈവത്തിന്റെ പരമപ്രധാനമാകുന്ന കാര്യങ്ങൾ മറന്നുപോകും. അക്കാലത്തും ഉണ്ട്, ഇക്കാലത്തും ഉണ്ട്, എല്ലാ കാലത്തും കാണും. നമുക്കൊന്ന് ചിന്തിക്കാം. ഈ രാജാക്കന്മാരുടെ ഈ കാലഘട്ടത്തിൽ ശലോമോന്റെ 2 രാജാക്കന്മാർ നമുക്കറിയാം. ശലോമോന്റെ നല്ല കാലഘട്ടങ്ങൾ ഒരു 50 വർഷം ഏകദേശം സമാധാനം, സന്തോഷം ദൈവം അനുഗ്രഹിച്ചു. എന്നാൽ അതിനുശേഷം ശലോമോന്റെ വീഴ്ച, തുടർന്നുണ്ടായ ഇസ്രയേൽ 2 രാജ്യമായി ഇസ്രയേൽ എന്നും യഹൂദി എന്നും പിളർന്ന് വഴക്കുണ്ടാകും. നമുക്കറിയാം, പലപ്പോഴും ക്രിസ്ത്യൻ സമൂഹത്തിലെ ഒരു വലിയ ദുരവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കൂടെ ഉണ്ടാകുന്ന പിളർപ്പുകളാണ്. എന്താ ഇതിന്റെ കാരണം? യഥാർത്ഥ ദൈവവചന പ്രകാരം മുന്നോട്ട് പോകാൻ കഴിയാതെ വരുമ്പോൾ, ഇല്ലെങ്കിൽ ആശയങ്ങൾക്ക് വ്യത്യാസം ഉള്ള ആൾക്കാർ കൂടുമ്പോൾ, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, ഇതൊക്കെ വരുമ്പോൾ ആത്മീയ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വചനത്തിൽ നോക്കി അത് അറിയാവുന്നവരോട് ചോദിച്ച് അതിന് വേണ്ടുന്ന നിർവചനം എന്താ, ഈ കാര്യങ്ങൾ കാലഘട്ടം അനുസരിച്ച് ചെയ്യേണ്ടത് എന്താണെന്ന് പ്രാർത്ഥിച്ച് വചനം പഠിച്ച് പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് ഈ പിളർപ്പുകൾ പലപ്പോഴും ഉണ്ടാകുന്നത്. പല സഭകളും, അത് ഇന്ന സഭയെന്നല്ല, പിളർപ്പുകൾ ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ളത് കൊണ്ടാണ്. അത് ദൈവികമാണെന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധ്യമല്ല.
ദൈവത്തിന്റെ വചനം അതിന് മാറ്റമൊന്നുമില്ല. ആകാശം മാറിപ്പോയെന്നിരിക്കും, ഭൂമി മാറിപ്പോയെന്നിരിക്കും, എന്നാൽ ഈ വചനത്തിനോ ദൈവത്തിന്റെ ദയക്കോ ഒന്നും മാറ്റം വരെയില്ല. ദൈവം ദൈവമാണ്. മാറ്റം വരുവാൻ തക്കോണം, മാറ്റം വരുത്തുവാൻ തക്കോണം ഒരു മാനുഷ്യമാകുന്ന കൽപ്പനകളുമല്ല ഈ ദൈവത്തിന്റെ വചനം. പക്ഷെ അതിനെ യഥാർത്ഥമായി ഉള്ളതുപോലെ മനസ്സിലാക്കുകയും വ്യാഖ്യാനിക്കുകയും പഠിക്കുകയും ചെയ്താൽ കാര്യങ്ങളൊക്കെയും നന്നായിരിക്കും. ഇവിടെ നമുക്ക് നോക്കിയാൽ രാജാക്കന്മാരുടെ കാലത്തെല്ലാം വളരെ വളരെ മോശകരമാകുന്ന രീതിയിൽ അവർ ചില നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയാനൊക്കില്ല. പക്ഷേ അവർക്ക് ദാവീദിനെ പോലെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ കഴിഞ്ഞില്ല. അതിന്റെ അർത്ഥം എന്താ? അവർക്ക് കഴിയാത്തതിന്റെ കാരണം നാം ഒക്കെയും ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് ആ ലോഡ്ഷിപ്പ് കൊടുത്ത് ദൈവം കഴിഞ്ഞ മറ്റെന്തു ഉള്ളൂ എന്നുള്ള ആ മനോഭാവമാണ്. അത്രയും പറഞ്ഞ് എനിക്ക് വ്യാഖ്യാനിക്കാൻ ഇപ്പൊ കഴിയുള്ളൂ. അതുപോലെ ദൈവത്താൽ ഞാൻ നയിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ദൈവമാണ് എൻ്റെ എല്ലാത്തിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ലോഡ്ഷിപ്പ് ദൈവത്തിനാണ്, ദൈവം കർത്താവാണ്, എൻ്റെ കർത്തൃത്വം നടത്തുന്ന ദൈവമാണ് എന്നുള്ള ആ മനോഭാവം ഇല്ലാതെ പോയാൽ നമുക്ക് മുഴു ഹൃദയം ഉണ്ട് എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. അങ്ങനെ ഈ രാജാക്കന്മാരുടെ കാലത്ത് ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? പ്രവാചകന്മാരെ കൊടുത്തു, അനേക പ്രവാചകന്മാരെ കൊടുത്തു. ഈ പുരോഹിതന്മാർ യഥാർത്ഥത്തിൽ കർമ്മം ചെയ്തെങ്കിൽ പോവുക. അവർക്ക് ജനത്തിന്റെ മാനസാന്തരമോ ജനത്തിനെ ബോധവൽക്കരിക്കുക അതൊന്നും അവരുടെ വിഷയമല്ലാതായി മാറി. അവർക്ക് കർമ്മങ്ങൾ ചെയ്യണം. രാജാവിനെയോ ഒരു പുരോഹിതൻ വേണം. കൊട്ടാര പ്രവാചകന്മാരുണ്ടായിരുന്നു, കൊട്ടാര പുരോഹിതന്മാരെന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ ന്യായപ്രമാണ പുരോഹിതന്മാരാണോ എന്ന് സംശയിക്കണം. അതുപോലെ പുരോഹിതന്മാരും തങ്ങൾക്ക് ബോധിച്ചത്, അവർക്ക് പണവും പ്രതാപവും എല്ലാവർക്കും ലഭിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം ഈ രാജാക്കന്മാരുടെ കാലത്തെല്ലാം ശക്തന്മാരായ പ്രവാചകന്മാരെ അയക്കുന്നത്. വേദപുസ്തകത്തിലെ പറയപ്പെട്ട എല്ലാ പ്രവാചകന്മാരും മിക്കവരും രാജാക്കന്മാരുടെ കാലത്താണ് ഉദയം ചെയ്യുന്നത്. പക്ഷെ ജനം ഈ ദൈവത്താൽ നിയുക്തരായവരാണ് ഈ പ്രവാചകന്മാരെന്നോ ദൈവം അയച്ചിട്ട് വന്നതാണെന്നോ ജനവും വിശ്വസിച്ചില്ല, രാജാക്കന്മാരും അവരെ സ്വീകരിച്ചില്ല. അതുകൊണ്ട് അവർ വളരെ ഞെരുങ്ങിയും കഷ്ടപ്പെട്ടും ദൈവം കൊടുത്ത ആലോചനകൾ ജനത്തെ വിളിച്ചു പറഞ്ഞതുകൊണ്ട് ഒരു റെമനന്റിനെ എപ്പോഴും സൂക്ഷിച്ച് അല്ലെങ്കിൽ വാർത്തെടുക്കുവാൻ, വളർത്തിയെടുക്കുവാൻ ഈ പ്രവാചകന്മാർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിലെ രണ്ട് വലിയ പ്രവാചകന്മാരുണ്ട്. നമുക്കറിയാം, എല്ലാ ക്രിസ്തീയ ലീഡേഴ്സും ഈ രണ്ടുപേരെ കുറിച്ച് പ്രസംഗിച്ചിരിക്കും. ചെറുപ്പം മുതൽ അറിയാവുന്ന കഥകൾ, സൺഡേ സ്കൂളിൽ പോലും പഠിക്കുന്ന കഥകളിലെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഏലീശ. ഈ രാജാക്കന്മാരുടെ കാലത്താണ് ഏലിയാവിനെ ഏലീശയെ കുറിച്ച് നല്ല പിക്ചർ കിട്ടുന്നത് ഈ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ്. നമുക്കറിയാം, 1 രാജാക്കന്മാരും 2 രാജാക്കന്മാരിലെയും പുസ്തകത്തിൽ നിൽക്കുന്ന ഈ രണ്ടുപേർ ശക്തന്മാരാണ്. അപ്പോൾ ഈ ഏലീശയുടെ അല്ലെങ്കിൽ ഏലിയാവ് എടുക്കപ്പെടുന്നത്, ഏലീശയെ അതിനുശേഷം ശുശ്രൂഷ ഏറ്റെടുക്കുന്നത് ഈ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. ഈ രാജാക്കന്മാരെ കുറിച്ച് ഒരു നല്ല ഒരു ഔട്ട്ലൈൻ തരുന്നുണ്ട്. അവരുടെ ചരിത്രങ്ങളെ മുഴുവൻ പറയുന്നില്ലെങ്കിലും അവരെല്ലാം ദൈവത്തിന് അനിഷ്ടമായത് പ്രവർത്തിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന് ഇഷ്ടമായതും ദൈവത്തിന് അനിഷ്ടമായതും, ദൈവം ഇഷ്ടപ്പെടുന്നതും ദൈവം വെറുക്കുന്നതും. അതുകൊണ്ട് വേദപുസ്തകത്തിൽ അങ്ങനെയുണ്ട്, സദൃശവാക്യത്തിലുണ്ട്, യഹോവയ്ക്ക് വെറുപ്പുള്ളത്, യഹോവയ്ക്ക് അറപ്പുള്ളത്. അപ്പോൾ നാം ഒന്ന് ചിന്തിക്കുക, നാം ഒരു ദൈവപൈതലാണെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ആണോ നാം ജീവിക്കുന്നത്? നമുക്ക് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് മടങ്ങി വരാം. ഈ പുസ്തകത്തെ നന്നായി ബൈബിൾ പ്രോജക്റ്റുകാർ സ്കെച്ച് ചെയ്ത് അവരത് വിവരിക്കുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചേ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, 2 രാജാക്കന്മാരുടെ പുസ്തകം എബ്രായ ബൈബിളിൽ ഒരു പുസ്തകം 1 രാജ 2 രാജ ഒരു പുസ്തകമായി ഇരിക്കുന്നത് കൊണ്ട് ബൈബിൾ പ്രോജക്റ്റുകാരും ഇതിനെ സ്കെച്ച് ചെയ്തിരിക്കുന്നത്, വരച്ചിരിക്കുന്നത് ഒരൊറ്റ പുസ്തകത്തിന്റെ അല്ലെങ്കിൽ ഒറ്റ പുസ്തകം പോലെയാണ്. അപ്പൊ ആ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കണ്ട അതേ ബൈബിൾ പ്രോജക്റ്റിലെ പിക്ചറാണ്, വ്യാഖ്യാനങ്ങളാണ് ഇന്നും കേൾക്കുവാനായിട്ട് പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് അതിൽ പറയാത്ത ചില
കാര്യങ്ങൾ ചില ചുരുക്കം തോട്ട്സൂടെ നമുക്ക് ചിന്തിക്കാം. ശ്രദ്ധിച്ചാൽ. താങ്ക് യു. The books of 1st and 2nd Kings. Although they're two separate books in our Bibles, they were originally written as one book telling a unified story that continues on from the book of Samuel that came before it. So David has unified the tribes of Israel into a kingdom, and God promised that from his line would come a messianic king who would establish God's kingdom over the nations and fulfill the promises made to Abraham. So the book of Kings tells the story of the long line of kings that came after David, and none of them lived up to that promise. In fact, they run the nation of Israel right into the ground. The book is designed to have 5 main movements. The story begins and ends focus on Jerusalem, first with Solomon's reign and the construction of the temple, and then in this last section ending with Jerusalem's destruction and Israel's exile to Babylon. And the story leading up to this tragedy is what makes up the center 3 sections, which explain how Israel split into 2 rival kingdoms, how God tried to prevent the corruption of Israel by sending the prophets, and how exile became the unavoidable consequence of Israel's sin. The book opens with 2 chapters about the kingdom passing from the aging David to his son Solomon. And David's final words to Solomon, they're very similar to those of Moses and Joshua and Samuel to the people. It's a call to remain faithful to the commands of the covenant and to give allegiance to the God of Israel alone. But David's words ring somewhat hollow here, because David and Solomon then go on to conspire how they're going to consolidate this new kingdom through a whole series of political assassinations. It's not off to a great start. Solomon's brightest moment comes when he asks God for wisdom to lead Israel, and he even completes David's dream to make a temple for the God of Israel. Here the story actually stops and describes the design of this temple in detail, just like the tabernacle design in the Torah. There's all these gold and jewels and depictions of angels and fruit trees. It's all symbolism echoing back to the Garden of Eden. It's the place where heaven and earth meet, where God's presence dwells with his people. But no sooner does Solomon finish the temple that he makes some really horrible choices, and the kingdom falls apart. He starts marrying the daughters of other kings, hundreds of them, for political alliances. And then he adopts their gods and introduces the worship of those gods into Israel. Solomon then accumulates huge amounts of wealth. He builds a huge army. He even institutes slave labor for all of his building projects. Now, if you go back to the Torah and look at God's guidelines for Israel's kings in Deuteronomy 17, Solomon is breaking every one. So by the time that he dies, Solomon resembles Pharaoh, the king of Egypt, more than he does his father David. The next section of the book opens with Solomon's son, Rehoboam, acting just like his father. It's a very sad story of greed and lust for power. He tries to increase taxes for slave labor. And under the leadership of Jeroboam, the northern tribes reject this, they rebel and secede, and form their own rival kingdom. And so now in the story, you have the southern kingdom, Judah, centered in Jerusalem with kings from the line of David, and now this new northern kingdom called Israel, whose capital will be Samaria eventually. Jeroboam also goes on to build 2 new temples to compete with Solomon's temple in the south. He puts a golden calf in each one to represent the God of Israel. The connection to Exodus 32 and the golden calf, it's all quite explicit. From this point on, the story goes back and forth from north to south, tracing the fate of both kingdoms. Each one had about 20 successive kings, and as the author introduces each king, he evaluates their reign by a few criteria. Did they worship the God of Israel alone, or did they promote the worship of other gods? Did they deal with idolatry among the people? And did they remain faithful to the covenant like David, or do they become corrupt and unjust? And according to these criteria, the author finds no good kings in northern Israel, 0 for 20. And then in southern Judah, only 8 out of 20 get a positive rating, which connects to another huge purpose in this book, and that's to introduce the role of the prophets, key figures in Israel's history. So in the Bible, prophets were not fortune tellers. Rather, they spoke on behalf of the God of Israel, and they played the role of covenant watchdogs, which means they called out idolatry and injustice among the kings and the people. They were constantly reminding Israel of their calling to be a light to the nations, that they should obey the commands of the Torah, and so the prophets challenged Israel to repent and follow their God. In these center sections for each king, God then raises up prophets to hold them accountable. And the most prominent prophets are the northern ones, Elijah and his disciple Elisha, right here in the center of the book.
Elijah was a wild man of a prophet living out in the desert, and his arch nemesis was the northern king Ahab and his Canaanite wife Jezebel. Together, these two had instituted the worship of the Canaanite god Baal over Israel. And so in a famous story, Elijah challenged 450 prophets of Baal to a contest to see which god was real. So they both build altars and pray to their gods, but only the God of Israel answers with fire. After this, Ahab uses his royal power to murder an Israelite farmer and then steal his family's vineyard. And Elijah again confronts Ahab's injustice, and he announces the downfall of his house. Elijah eventually passes the mantle of his prophetic leadership to a young disciple named Elisha, who asks for 2 times the authority of Elijah. And what's fascinating here is how the author, he's recounted 7 miraculous feats for Elijah, and then he offers stories of 14 acts of power from Elijah. Both prophets were clearly remarkable men, and they played the same role, confronting Israel's kings for idolatry and injustice. And ultimately, they were unsuccessful in turning Israel back from apostasy. In the next section, the northern kingdom is rocked by a bloody revolution started by a king named Jehu, who destroys Ahab's family. And although Jehu was at first commissioned by God, his violence just gets out of control, and it creates the spiral of political assassinations and rebellions from which Israel never recovered. Coup follows coup after Jehu, and each king follows other gods, allows horrible injustice. It all leads up to 2 Kings chapter 17. The big bad empire of Assyria swoops down and takes out the northern kingdom altogether. In the capital city of Samaria, it's conquered, and the Israelites are exiled and scattered throughout the ancient world. Now, chapter 17 is key. The author stops the story and offers this prophetic reflection on what's just happened. He blames the downfall of the northern kingdom on the idolatry and covenant unfaithfulness of Israel and its kings. And so, God has allowed them to face the consequences of their decisions. The final movement of the book tells the story of the lone southern kingdom. And here we meet some very heroic kings, like Hezekiah, who trusts God when the armies of Assyria come knocking on Jerusalem's door, or Josiah, who discovers this lost scroll of the Torah in the temple. So he starts reading it, he's convicted, and he institutes religious reforms to remove idolatry and Canaanite influences from the land. But Judah is just too far gone. The king, right in between these two, Manasseh, he's the worst by far. So he not only introduces the worship of idol statues into the Jerusalem temple, he also institutes child sacrifice. And so God sends prophets to say, the time is up. Israel has reached the point of no return. The final chapters tell the story of the Babylonian Empire coming to invade Jerusalem, destroy the temple, and carry the people and the royal line of David off into exile. And so the story ends leaving us wondering, is God done with Israel? Is he done with the line of David? Well, the final paragraph zooms about 40 years forward into the exile, and it tells a very odd story. It's about Jehoiakim, a descendant from David, who would have been king if he was back in Jerusalem. And the king of Babylon releases him from prison and invites him to eat at the royal table for the rest of his life, and the book ends. So it's not much, but it's a story that gives a glimmer of hope that God has not abandoned the line of David. So the question now is, how is God going to fulfill his promises to Abraham, to David? How is he going to bless the nations and bring the Messianic kingdom? And to answer those questions, you have to read on into the wisdom and the prophetic books. But for now, that's the book of Kings. രാജാക്കന്മാരെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇത് നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ മനസ്സിൽ ഈ പിക്ചർ കിടക്കും എനിക്ക് വിശ്വാസമുണ്ട്. എൻ്റെ വാക്കുകളെക്കാട്ടിലും കൂടുതൽ ഹൃദയത്തിൽ ഉല്ലേഖനം ചെയ്യത്തക്ക രീതിയിലാണ് അവർ നറേറ്റ് ചെയ്തിരിക്കുന്നത്, അവർ വരച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക. അത് വേണമെങ്കിൽ എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുത്തു. ഇംഗ്ലീഷിലാണെന്നേ ഉള്ളൂ. ഇനിയൊന്ന് നോക്കിക്കേ. ഈ രണ്ട് രാജാക്കന്മാരുടെയും പുസ്തകം പഠിക്കുമ്പോൾ അതിലെ ശക്തന്മാരായ പ്രവാചകന്മാരെ കുറിച്ച് ഒരു വാചകം പറഞ്ഞിട്ട് ഒന്ന് ചിന്തിച്ച്, ഒരു ചെറിയ ചിന്ത നമുക്ക് ചിന്തിച്ചിട്ട് ഇവിടെ വേണമെങ്കിൽ അവസാനിപ്പിക്കാം. ഒന്ന് ഏലിയാവ് എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ദൈവം അവർക്ക് വരച്ചു കാട്ടിയത് പുനരുത്ഥാനത്തെ കുറിച്ചുള്ളതാണ്. ജീവനോടിരിക്കുന്നവർക്ക് രൂപാന്തരം പ്രാപിക്കും എന്ന് മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിലെ ഈ ഏലിയാവിന്റെ കഥ, അതുകൊണ്ടാണ് ദൈവം ഈ ഏലിയാവിനെ വളരെ ഭംഗിയായിട്ട് ആ ജീവിതത്തെ ദൈവം ഭൂമിയിൽ അയച്ചതും അദ്ദേഹത്തിന്റെ ജീവിതം
എളിമത്തമുള്ള ജീവിതം, ശക്തമായ പ്രഭാഷണം, ശക്തമായ പ്രാർത്ഥന, അതുപോലെ തന്നെ ഭയന്ന് ശത്രുവിനെ ഭയന്ന് ഓടുന്നത്, കാക്കയാൽ പോഷിക്കപ്പെടുന്നത്, പ്രകൃതിയിലെ അരുവിയിൽ നിന്ന് കുടിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ അന്ത്യം, അദ്ദേഹം രൂപാന്തരപ്പെട്ട് അദ്ദേഹം സ്വർഗീയ രഥങ്ങളിൽ യാത്ര ചെയ്യുന്ന ഏലിയാവ്. എത്ര വലിയ ബ്ലസ്സഡ് ഹോപ്പ്, ആ വലിയ ഭാഗ്യ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ തരും. നമുക്കൊക്കെ ഒരു രൂപാന്തരം ഉണ്ടാവും. ഈ കഷ്ടതയുള്ള ഈ ലോകത്തിൽ നിന്നും ദൈവത്തിന് വേണ്ടി നിന്നാൽ, ദൈവമകനായി മകളായി നിന്നാൽ, ഒരു ദിവസം നമുക്കും ഏലിയാവിനെ പോലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുഭഭാവിയുണ്ട് എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രാർത്ഥനയുടെ കാര്യം പോലും പറയുമ്പോൾ അപ്പോസ്തലൻ പറയുന്നത് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. അപ്പൊ നമ്മുടെ ധാരണ എന്തോ സമസ്വഭാവം എന്ന് പറയുമ്പോൾ ഏലിയാവ് ഉടുത്തതുപോലെ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പിട്ടതാണോ, അതോ ഒരു ഗുഹാ മനുഷ്യനെ പോലെ ജീവിച്ചതാണോ? അതൊക്കെ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ പ്രാർത്ഥനയുടെ കാര്യത്തിലുണ്ട്. അതുപോലെ തന്നെ ഏലിയാവിന് സംഭവിച്ചതുപോലെ തന്നെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് കാഹളം കേട്ടാൽ ഒരു വലിയ രൂപാന്തരം പ്രാപിച്ച് നാം ക്രിസ്തുവിനോടുകൂടി ചേരും എന്നുള്ള ആ വലിയ പ്രത്യാശ നൽകുന്ന ആ വലിയ അന്ത്യം ഏലിയാവിന്റെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ് പലതിലും. ഇന്ന് കർത്താവ് വന്നാൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഇത് തന്നെ സംഭവിക്കും. എന്നാൽ ഏലിശയുടെ കാര്യം ഒന്ന് നോക്കിക്കേ. ഏലിശ പറഞ്ഞ ഡബിൾ പോർഷൻ, അതിനെക്കുറിച്ച് രണ്ട് രീതിയിൽ ഞാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, തന്നോട് ദൈവം പറഞ്ഞു, ഇല്ലെങ്കിൽ ഏലിയാവ് പറഞ്ഞു, ഇച്ചിരി പ്രയാസമുള്ളതാണ്. ഒരു പുരുഷായുസ് കൊണ്ട് ഏലിയാവ് ചെയ്ത പ്രവൃത്തി അതിന്റെ 2 ഇരട്ടി മറ്റൊരു പുരുഷായുസ് കൊണ്ട്, അല്ലെങ്കിൽ ഏലിശയുടെ പുരുഷായുസ് കൊണ്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ വലിയ കഷ്ടമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള ആ അസൈൻമെന്റ് മാത്രമാണ് നല്ലത്. ഒരുപാട് ഏറ്റെടുത്താൽ അത് നമുക്ക് പ്രയാസമാണ്. അതാ ഏലിയാവ് പറയുന്നത്. നീ ചോദിക്കുന്ന കാര്യം പ്രയാസമാണ്. ഏലിയാവിന് ശേഷം വന്ന ഏലിശയും ഏലിയാവിനെ പോലെ എടുക്കപ്പെടേണ്ടതാണ്. പക്ഷേ തന്റെ പ്രവൃത്തി മരണക്കിടക്കയിലും തീരാതെ ഒരു നല്ല അടക്കം ലഭിച്ചോ എന്ന് പോലും നമുക്ക് തോന്നുന്നില്ല. കാരണം തന്റെ കല്ലറയിൽ പിറ്റേ വർഷം ഒരു മനുഷ്യനെ അടക്കുവാൻ പോയപ്പോൾ ഒരു പട വരുന്ന കണ്ട് പേടിച്ച് അടക്കുവാൻ പോയൊരു പെട്ടെന്ന് അവർ ഭയവികലരായി. അവർ കല്ലറ തുറന്നായിരിക്കാം, അല്ലെങ്കിൽ തുറന്നു കിടന്ന കല്ലറയായിരിക്കാം, അതിലേക്ക് ഈ മനുഷ്യനെ ഇട്ട് യൗവനക്കാരനെ ഇട്ടപ്പോൾ ഏലിശയുടെ അസ്ഥിയെ തൊട്ട് ഈ യൗവനക്കാരൻ ജീവിച്ചു എന്നാണ് വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. അതിനുശേഷം പിന്നെ ഈ കല്ലറയെ കുറിച്ചോ പുള്ളിയുടെ അസ്ഥിയെ കുറിച്ചോ ഒന്നും ഒരു വിവരമില്ല. അപ്പൊ തന്റെ ഇതിന്റെ ജീവിതം കൊണ്ട് പോലും തീരാതെ മരിച്ചു കഴിഞ്ഞ ശേഷവും തന്റെ പ്രവൃത്തി ചെയ്ത് തീർത്തു എന്ന് കാണത്തക്ക രീതിയിൽ ആ ചരിത്രം അവിടെ നിൽക്കുന്നു. ഏലിയാവ് നമുക്കറിയാം യേശുവിന്റെ കാലത്ത് മരുവ മലയിൽ ഇറങ്ങി എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയും വരും എന്ന് നാം വിശ്വസിക്കുന്നുണ്ട്. വേദപുസ്തകത്തിന് തെളിവുണ്ട്. ചിലർ ഏലിയാവ് അല്ല, ഹാനോക്കാണ്. എനിക്കത് വിഷയമല്ല, നമുക്ക് ഏലിയാവിനെ തന്നെ നോക്കാം. എന്നാൽ ഏലിശയുടെ അസ്ഥിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരു വലിയൊരു പഠനമായത് നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. സാധാരണ ഒരു മനുഷ്യൻ മരിച്ചു, മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരും, മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരും. ഇങ്ങനെയുള്ള ആ വചനം നമ്മൾ കേൾക്കാറുണ്ട്. എങ്കിലും മരിച്ച ഒരാളിന്റെ അസ്ഥി, അതിന്റെ മേലുള്ള അഭിഷേകം, അതിന്മേൽ ദൈവം പകർന്ന കൃപ നഷ്ടപ്പെട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതിന്റെ ആത്മീയാർത്ഥം, പുതിയ നിയമാർത്ഥം എന്ന് പറഞ്ഞാൽ, ഒരുവൻ ക്രിസ്തുവിൽ മരിച്ചാൽ അവനൊരു പുനരുത്ഥാനം ഉണ്ടാകും. അവൻ മരിച്ച് മണ്ണോട് ചേർന്നാലും അവന്റെ അസ്ഥികൾ ഉണങ്ങിയാലും ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കും. അവനൊരു രൂപാന്തരം ഉണ്ടാവും. അതുകൊണ്ടാണ് ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, അന്ത്യകാലത്ത് അല്ലെങ്കിൽ അന്ത്യകാഹളത്തിങ്കൽ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് വരും. പിന്നെ ജീവിച്ചിരിക്കുന്ന, ജീവനോടിരിക്കുന്ന നമ്മൾ ക്രിസ്തുവിനെതിരെ, ഇത് ഒറ്റുപോലെ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ക്രിസ്തുവിൽ ജീവിച്ചാൽ മാത്രമേ ക്രിസ്തുവിൽ മരിക്കാനൊക്കെയുള്ളൂ. ക്രിസ്തുവിൽ മരിച്ചാൽ മാത്രമേ
ക്രിസ്തുവിൽ ഉയർക്കുവാൻ സാധ്യമോ? അല്ല, ഏലിയാവിനെ പോലെ ജീവനോടിരിക്കുന്ന ക്രിസ്തു ഭക്തന്മാർക്ക് യേശുവിനെ രക്ഷകനും രക്ഷിതാവുമായി സ്വീകരിച്ചിട്ടുള്ള വ്യക്തിക്ക് തീർച്ചയായും രൂപാന്തരം ഉണ്ടാവും. അതുപോലെ തന്നെ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച് മരിച്ചവർക്കും ഒരു ഉയർപ്പുണ്ട് എന്നുള്ളത് ഈ പുസ്തകത്തിലെ 2 പ്രവാചകന്മാരുടെ ജീവിതവുമായി താരതമ്യ പഠനം ചെയ്യുമ്പോൾ പുതിയ നിയമത്തിലെ വിശുദ്ധന്മാരുടെ ജീവനോടിരിക്കുന്നവരുടെ രൂപാന്തരവും മരിച്ചവരുടെ പുനരുത്ഥാനത്തെയും കുറിക്കുന്നു എന്നുള്ള സത്യവും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകുവാൻ ഇടയാകട്ടെ. മാത്രമല്ല, ഈ പറയുന്ന ശക്തന്മാരായ 14 രാജാക്കന്മാരുടെ കാലഘട്ടം നിങ്ങൾ പഠിച്ചു. ഭൂമിയിൽ ഐശ്വര്യവും സമ്പത്തും കണ്ണിനും ഹൃദയത്തിനും താല്പര്യമുള്ളതൊക്കെയും അനുഭവിച്ച് സുഖിച്ച് ജീവിച്ചവർക്ക് നിത്യത ഉണ്ടാകുമോ എന്ന് പറയുവാൻ ഇന്ന് അനേക ദൈവദാസന്മാർക്കൊരു ഭയമാണ്. കാരണം ദൈവത്താൽ അനോയിന്റഡ് ആയിട്ടുള്ള ശുശ്രൂഷയുടെ അല്ല, രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട അനേകരുടെയും ചരിത്രം നല്ല തുടക്കം അവസാനം വളരെ മോശമായി മാറുന്നു. ഇല്ലെങ്കിൽ കുറെ നല്ല പ്രവർത്തികൾ ചെയ്യുന്നു, വീണ്ടും അവർ ദൈവത്തിന് അനിഷ്ടമായത് പ്രവർത്തിക്കുന്നു. യഹോവയ്ക്ക് അനിഷ്ടമായത് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് അവർ മരിച്ച് പിതാക്കന്മാരോട് ചേർന്നു, ഇല്ലെങ്കിൽ അവർ തന്റെ ജനത്തോട് ചേർന്നു, അവർ മരിച്ചു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഓർക്കുക, പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷം നോക്കുമ്പോൾ 14 തലമുറകൾ വരുന്നുണ്ട്. ബാബേൽ പ്രവാസത്തിന് ശേഷം അവർ മരിച്ചെന്നല്ല, അവർ ജനിപ്പിച്ചു 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 എന്ന് കാണുന്നത്. പഴയ നിയമത്തിൽ ഈ 14 തലമുറ വരുമ്പോൾ മരിച്ചു, അവർ തന്റെ ജനത്തോട് ചേർന്നു, ഇല്ലെങ്കിൽ പിതാക്കന്മാരോട് ചേർന്നു എന്ന് കാണുമ്പോൾ ജീവിപ്പിക്കുന്നു ജീവിപ്പിക്കുന്നു ജീവിപ്പിക്കുന്നു. അതേ കാലഘട്ടത്തിൽ ജീവിച്ച 2 പ്രവാചകന്മാർ, ഒന്ന് മരണം കാണാതെ എടുക്കപ്പെടുന്നു, ഒരാള് മരണം കഴിഞ്ഞിട്ടും മറ്റുള്ളവരെ ജീവിപ്പിക്കുന്ന ആത്മശക്തി പ്രാപിച്ചവനായി ആ ഒരു പ്രവാചകനായിരുന്നു എന്ന് വചനം തെളിയിക്കുന്നു. ഇത്ര ശക്തമായ ആത്മീയ പാഠങ്ങൾ ഇതിന്റെ അകത്ത് പഠിക്കുവാൻ സാധിക്കുന്നുണ്ട്. രാജാക്കന്മാരെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിലും ഇതിന്റെ അകത്തെ ചില ക്യാരക്ടേഴ്സിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത് നമ്മുടെ ഇക്കാലത്തെ പുതിയ നിയമ കാലഘട്ടവുമായി ചിന്തിക്കുമ്പോൾ അത് നാമുമായിട്ട് വളരെ റിലേറ്റ് ചെയ്തിട്ട് വരും എന്നുള്ളത് സത്യമാണ്. നമുക്ക് പ്രത്യാശയോടുകൂടി ജീവിക്കാം. ഈ ലോകത്തിൽ എത്ര നാൾ ജീവിച്ചു എന്നുള്ളതല്ല, എങ്ങനെ ജീവിച്ചു എന്നുള്ള കാര്യമാണ്. കർത്താവിന് വരവെങ്കിൽ എടുക്കപ്പെടണം. മരിച്ചാൽ നമുക്ക് ജീവനോടെ ഇരിക്കുന്ന നമുക്ക് രൂപാന്തരവും, മരിച്ചാൽ നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരികയും ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് സന്ധിക്കാം. അതുവരെയും ദൈവം ഓരോ സ്ഥലത്തും നിങ്ങളെ പരിപാലിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ പി.സി. അബ്രഹാം. ഗോഡ് ബ്ലെസ് യു.